അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 14 ശനിയാഴ്ച. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ആഘോഷത്തിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. തിരുവോണ സദ്യയ്ക്കുള്ള സാധനങ്ങളും ഓണക്കോടിയും പൂക്കളുമെല്ലാം വാങ്ങാനുള്ള അവസാന പകൽ ആയതിനാൽ നാടും നഗരവും ഉത്രാടപ്പാച്ചിലിലാണ്. ഭക്ഷ്യവസ്തുക്കളും തുണിത്തരങ്ങളും മാത്രമല്ല, അർദ്ധരാത്രി വരെ വിൽപ്പന നടത്തി ഇലക്ട്രോണിക് ഷോപ്പുകൾ വരെ ഓണം ബമ്പർ ഒരുക്കുന്ന തിരക്കിലാണ്. ഓണത്തോടനുബന്ധിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മായം ചേർത്ത പാൽ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് തടയാൻ സംസ്ഥാന അതിർത്തികളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. സഞ്ചരിക്കുന്ന ലബോറട്ടറിയിലാണ് ഇത്തവണ പരിശോധന നടത്തുന്നത്. പാലിന്റെ അസിഡിറ്റി, കൊഴുപ്പ്, പ്രിസർവേറ്റീവുകൾ, ന്യൂട്രലൈസറുകൾ, ആന്റിബയോട്ടിക്കുകൾ എന്നിവയുടെ സാന്നിധ്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പാൽ ഏറെ നേരം കേടാകാതിരിക്കാൻ ഫോർമാലിൻ ചേർത്തിട്ടുണ്ടോ എന്നും പരിശോധിക്കും. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഡൽഹിയിലെ CPM ദേശീയ ആസ്ഥാനമായ AKG ഭവനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിയോടെ മൃതദേഹം മെഡിക്കൽ പഠനത്തിനായി ദില്ലി എയിംസിന് കൈമാറും. ദില്ലി കേരള ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് EP ജയരാജൻ. രാഷ്ട്രീയമെല്ലാം അതിന്റെ വേദിയിൽ ചർച്ച ചെയ്യാമെന്നും ഇപ്പോൾ അതിനുള്ള സമയമല്ലെന്നും യെച്ചൂരിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ പോവുകയാണെന്നും ചോദ്യങ്ങളുമായി എത്തിയ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. LDF കൺവീനർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രിയുമായി ഇതിനു മുൻപും കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാം മാധ്യമപ്രവർത്തകരോട് പങ്കുവയ്ക്കേണ്ട കാര്യമില്ലെന്നുമാണ് കൂടിക്കാഴ്ചയെക്കുറിച്ച് EP ജയരാജന്റെ പ്രതികരണം. ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണെന്നും ഞങ്ങളെല്ലാം സ്നേഹവും ബഹുമാനവും ഉള്ളവരാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ഓണാഘോഷത്തിന്റെ പേരിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ വിശദീകരണം തേടി. സർക്കാർ തലത്തിൽ ഓണാഘോഷം പാടില്ലെന്ന ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിലാണ് നടപടി. ഓണാഘോഷത്തിൽ പങ്കെടുത്ത ജീവനക്കാരുടെ പേരും തസ്തികയും സമർപ്പിക്കാനാണ് DMOയോട് ഡയറക്ടർ ആവശ്യപ്പെട്ടത്. ഡയറക്ടറുടെ നടപടി വകുപ്പിന് അവമതിപ്പുണ്ടാക്കുന്നുവെന്ന് വിമർശിച്ച ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ വിശദീകരണം തേടിയ നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് മാസത്തിലെ ശമ്പളം കിട്ടാത്തതിനെതിരെ KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ വനിതാ പ്യൂണിന്റെ ഒറ്റയാൾ സമരം. കൽപ്പറ്റ KSRTC ഡിപ്പോയിൽ പ്യൂണായി പ്രവർത്തിച്ചു വരികയായിരുന്നു രഞ്ജിനി. എന്നാൽ രഞ്ജിനിക്ക് ഇതുവരെയും ഓഗസ്റ്റിലെ ശമ്പളം കിട്ടിയിട്ടില്ല. ഒരു മാസത്തെ ശമ്പളത്തിനായി 16 ദിവസമാണ് ജോലി ചെയ്യേണ്ടത്. എന്നാൽ രഞ്ജിനി 16 ദിവസം തികച്ചിട്ടില്ല എന്നതിനാലാണ് ശമ്പളം തടഞ്ഞിരിക്കുന്നത്. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കോഴിക്കോട്ടെ വ്യാപാരി മാമിയുടെ തിരോധാന കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് DGPക്ക് അതൃപ്തിയെന്ന് റിപ്പോർട്ട്. DGP വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ ADGP അജിത് കുമാർ വഴി അയക്കുന്നത് തുടർന്നതാണ് അതൃപ്തിക്ക് ഇടയാക്കിയത്. മലപ്പുറം മുൻ SP ശശിധരനും കോഴിക്കോട് കമ്മീഷണറുമാണ് നിർദ്ദേശം അവഗണിച്ച് ആരോപണ വിധേയനായ ADGP വഴി റിപ്പോർട്ടുകൾ അയച്ചത്. കോഴിക്കോട് ഉള്ളിയേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ ചികിത്സിച്ച ആശുപത്രിക്കെതിരെ ആരോപണവുമായി അശ്വതിയുടെ കുടുംബം. ഡോക്ടർ സിസേറിയൻ ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ വേദന കൂടിയതോടെ സിസേറിയൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ല. എന്തിനാണ് കീറിമുറിക്കുന്നത് എന്ന് ഡോക്ടർ ചോദിച്ചു. വേദന തുടങ്ങി നിലവിളിച്ചിട്ടും കള്ളം പറയുകയാണെന്ന് പറഞ്ഞുവെന്നും കുടുംബം ആരോപിക്കുന്നു. ദില്ലി ഫരീദാബാദിൽ വെള്ളക്കെട്ടിൽ കാർ മുങ്ങി 2 പേർക്ക് ദാരുണാന്ത്യം.
ഇന്നലെ രാത്രിയാണ് ദുരന്തമുണ്ടായത്. ഓൾഡ് റെയിൽവേ അണ്ടർപാസിനടിയിലെ വെള്ളക്കെട്ടിൽ കാർ വീണതിനെ തുടർന്നായിരുന്നു അപകടം. ബാങ്ക് ഉദ്യോഗസ്ഥരായ പ്രേം റായി ശർമ്മ, വിരാജ് എന്നിവരാണ് മരിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഡൽഹി കൊച്ചി വിമാനം വൈകിയത് 12 മണിക്കൂർ. കഴിഞ്ഞ ദിവസം രാത്രി 8:55 പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 12 മണിക്കൂറിന് ശേഷമാണ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. കേരളത്തിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി വിമാനം ബുക്ക് ചെയ്തവരാണ് യാത്രക്കാരിൽ ഏറെയും. വിമാനം വൈകുന്നതിന് പിന്നാലെ രാത്രി 1 മണിയോടെ പുറപ്പെടുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് രാവിലെ 6 മണിയോടുകൂടി വിമാനം പുറപ്പെടുമെന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് വിമാനം വൈകിയതെന്ന കാര്യം എയർ ഇന്ത്യ വ്യക്തമാക്കിയില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമനെ വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. GSTയെക്കുറിച്ചുള്ള ന്യായമായ ചോദ്യത്തെ ധനമന്ത്രി നേരിട്ട രീതി ലജ്ജാകരമാണെന്നും ജനം എല്ലാം കാണുന്നുണ്ടെന്നും സ്റ്റാലിൻ വിമർശിച്ചു. കോയമ്പത്തൂരിലെ ശ്രീ അന്നപൂർണ ഹോട്ടൽ ശൃംഖലയുടെ ഉടമയായ ശ്രീനിവാസൻ ചില ഭക്ഷ്യവിഭാഗങ്ങളിൽ GST നിരക്കുകൾ തുല്യമാക്കാൻ സീതാരാമനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ BJP പ്രവർത്തകർ പുറത്തുവിട്ട രണ്ടാമത്തെ വീഡിയോയിൽ ശ്രീനിവാസൻ തന്റെ അഭിപ്രായത്തിന് നിർമ്മല സീതാരാമനോട് ക്ഷമ ചോദിക്കുന്നതായും കാണിക്കുന്നുണ്ട്. 7,618 കോടി രൂപയുടെ നിക്ഷേപം തമിഴ്നാട്ടിലേക്ക് എത്തുമെന്ന ഉറപ്പിൽ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. വിവിധ കമ്പനികളുമായി 7,618 കോടി രൂപയുടെ ധാരണാപത്രം ഒപ്പിട്ടെന്നും ഇതിലൂടെ 11,516 പേർക്ക് നേരിട്ട് ജോലി ലഭിക്കുമെന്നും സ്റ്റാലിൻ വിശദീകരിച്ചു. എടോ, എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴ്നാട്ടിലെ സർവകലാശാലകളിൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുന്നു. സമയനഷ്ടം ഒഴിവാക്കൽ, കൃത്യത എന്നിവ ലക്ഷ്യമിട്ടാണ് മൂല്യനിർണ്ണയത്തിന് AI ഉപയോഗിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തുന്നതിന് പകരം AI പ്രകാരമുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ US സന്ദർശനത്തിനിടെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതായി പരാതി. ഇന്ത്യ ടുഡേ ചാനൽ മാധ്യമപ്രവർത്തകനായ രോഹിത് ശർമ്മയാണ് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി പരാതി ഉയർത്തിയത്. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെക്കുറിച്ച് ചോദ്യമുന്നയിച്ചതിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നും രോഹിത് ആരോപിച്ചു. ഛത്തീസ്ഗഡിൽ ഫ്ളാഗ് ഓഫിന് മുൻപ് ട്രയൽ റൺ നടത്തുകയായിരുന്ന വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തേക്ക് സർവീസ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ട്രെയിൻ തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്നവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. മുഖ്യമന്ത്രിയായിട്ടല്ല, ദീദിയായിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്ന് മമതാ ബാനർജി പറഞ്ഞു. നിങ്ങളുടെ ആവശ്യങ്ങളിൽ നടപടിയെടുക്കുന്നതിന് എനിക്ക് കുറച്ച് സമയം നൽകണമെന്നും പ്രതിഷേധിച്ച ഡോക്ടർമാർക്കെതിരെ സർക്കാർ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കില്ലെന്നും നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നുവെന്നും മമതാ ബാനർജി അഭ്യർത്ഥിച്ചു. റഷ്യ ചാരപ്രവർത്തനത്തിന് പരിശീലനം നൽകിയതെന്ന് സംശയിക്കുന്ന ബെലൂഗ തിമിംഗലം ചത്തത് മരത്തടി വായിൽ കുരുങ്ങിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെടിവെച്ച് കൊന്നതാണെന്ന് നേരത്തെ പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചിരുന്നു. അന്തർദേശീയ തലത്തിൽ ഇത് ചർച്ചയായതിനു പിന്നാലെയാണ് ഹോൾഡിമിർ എന്നു പേരുള്ള ഈ ബെലൂഗ തിമിംഗലത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്. മരത്തടി വായിൽ കുടുങ്ങിയത് നീക്കാനാവാതെ വന്നതാണ് ബെലൂഗ തിമിംഗലത്തിന്റെ ദാരുണാന്ത്യത്തിലേക്ക് എത്തിയതിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഒസാമ ബിൻ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദൻ കൊല്ലപ്പെട്ടിട്ടില്ലെന്നും അൽ ഖയ്ദയുടെ കമാൻഡർ സ്ഥാനം ഏറ്റെടുത്തതായും റിപ്പോർട്ട്. 2019 US വ്യോമാക്രമണത്തിൽ ഹംസ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഇതുവരെയുള്ള വാദം. എന്നാൽ ഭീകരതയുടെ കിരീടാവകാശി എന്നറിയപ്പെടുന്ന ഹംസയുടെ നേതൃത്വം ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കുകയും താലിബാനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നുവെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.